സമാധാന നീക്കങ്ങളെ അട്ടിമറിച്ച ലബനനിൽ കൂട്ടക്കുരുതി തുടർന്ന ഇസ്രായേൽ. ചൊവ്വാഴ്ച തെക്ക് കിഴക്കൻ ലബനനിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ 31 പേർ കൊല്ലപ്പെട്ടു. 40-ലധികം ആളുകൾക്ക് പരിക്കേറ്റതായാണ് റിപ്പോർട്ടുകൾ. ഇസ്രായേൽ സൈനിക ആക്രമണം ശക്തമാക്കിയതോടെ ലബനന്റെ വിവിധ മേഖലകളിൽ നിന്ന് ആളുകൾ കൂട്ടത്തോടെ പലായനം തുടരുകയാണെന്ന് അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതേസമയം ഹമാസ് സൈനിക മേധാവി മുഹമ്മദ് ഒഡേയെ കൊലപ്പെടുത്തിയതായി ഇസ്രായേൽ സൈന്യം അവകാശപ്പെട്ടു. ഇത് ഹമാസ് സ്ഥിരീകരിച്ചിട്ടില്ല. മെയിലാണ് ഒഡേ ഹമാസിൻ്റെ നേതൃപദവിയിലേക്ക് എത്തിയത്. മുൻ മേധാവി ഇസ് അൽ ദിൻ അൽ ഹദ്ദാദിനെ ഇസ്രായേൽ സൈന്യം കൊലപ്പെടുത്തിയതിന് പിന്നാലെയാണ് ഒഡേ ചുമതലയിലേക്ക് എത്തിയത്. അതേസമയം ഹോർമുസിലെ അമേരിക്കൻ വ്യോമാക്രമണത്തിൽ കടുത്ത മുന്നറിയിപ്പുമായി ഇറാനും രംഗത്തെത്തിയിട്ടുണ്ട്. അമേരിക്കയ്ക്ക് കടുത്ത തിരിച്ചടി നൽകുമെന്ന് ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് പറഞ്ഞു. ഇറാനിലെ മിസൈൽ വിക്ഷേപണ കേന്ദ്രങ്ങൾക്കും ബോട്ടുകൾക്കും നേരെ സ്വയം രക്ഷാർത്ഥമാണ് ആക്രമണം നടത്തിയതെന്നാണ് US-ന്റെ വാദം. തങ്ങളുടെ പ്രതിരോധ സംവിധാനങ്ങൾ സമാധാനപരമായി നിലകൊള്ളുമ്പോൾ തന്നെയാണ് US പ്രകോപനപരമായി പെരുമാറുന്നതെന്ന് ഇറാൻ പറയുന്നു. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ എണ്ണക്കപ്പലുകൾ ഉൾപ്പെടെ 25 വാണിജ്യ യുദ്ധക്കപ്പലുകൾ ഹോർമുസ് കടലിടുക്കിലൂടെ സുരക്ഷിതമായി കടന്നുപോയെന്നും ഇറാൻ പറയുന്നുണ്ട്. വെടിനിർത്തൽ കരാർ ലംഘിച്ച് അമേരിക്ക നടത്തുന്ന ആക്രമണങ്ങൾ പൂർണ്ണ തോതിലുള്ള യുദ്ധം ഒഴിവാക്കാനുള്ള നയതന്ത്ര ശ്രമങ്ങൾക്ക് കനത്ത തിരിച്ചടിയാണെന്നും ഇറാൻ കുറ്റപ്പെടുത്തി. US-ഉം ഇസ്രായേലും വീണ്ടും ഇറാനെ ആക്രമിച്ചാൽ പ്രതികരണം ശക്തമായിരിക്കുമെന്നും അത് പ്രാദേശിക അതിർത്തികളിലേക്ക് വ്യാപിക്കുമെന്നും ഇറാൻ സായുധ സേനാ വക്താവ് മുന്നറിയിപ്പ് നൽകി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൈനിക സംഘർഷം ലഘൂകരിക്കുന്നതിനായുള്ള സമാധാന ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെയാണ് പുതിയ പ്രതിസന്ധി രൂപപ്പെടുന്നത്. ഇറാന്റെ ആണവ പദ്ധതികളുമായി ബന്ധപ്പെട്ട നിബന്ധനകളിലും US ഏർപ്പെടുത്തിയിട്ടുള്ള സാമ്പത്തിക ഉപരോധങ്ങൾ പിൻവലിക്കുന്നതിനുമുള്ള വിയോജിപ്പുകളാണ് നിലവിൽ ചർച്ചകൾ സ്തംഭിക്കാൻ കാരണമാകുന്നതെന്നാണ് റിപ്പോർട്ടുകൾ. വിഷയം ചർച്ച ചെയ്യുന്നതിനായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ബുധനാഴ്ച വൈറ്റ് ഹൗസിൽ പ്രത്യേക ക്യാബിനറ്റ് യോഗവും വിളിച്ചു ചേർക്കുന്നുണ്ട്.